അതെ അതെ അതെ. അവിടെ ഇറങ്ങിയേ. ഞാൻ ഇവിടെ വീണ്ടും ഇവിടെ ഇറങ്ങണേ, വീണ്ടും ഇവിടെ ഇറങ്ങണേ. ഞാൻ വീണ്ടും ഇറങ്ങിക്കോ. ഞാൻ വണ്ടി പിറ്റിയെ നോക്കണോ? പക്ഷെ അത് ഒരു വണ്ടി കയറിയാ. ഞാൻ വേറൊരു കാര്യം പറയാം, അവരിവിടെ ലോ ഗ്രൗണ്ടില്ല. നമ്മളിപ്പോ കുത്തുവാണെങ്കിലും അവര് ലോ ഗ്രൗണ്ട്, നമുക്ക് ഹൈ ഗ്രൗണ്ട് ആയിരിക്കും. നമ്മുടെ ബാക്കിൽ വണ്ടി ഞാൻ ഒരു കാര്യം കുത്താൻ പറയുമ്പോ ഒപ്പം വേണമല്ലോ, അതുകൊണ്ട് വണ്ടി കറങ്ങി വണ്ടി അവിടെ ആയിരുന്നോ? ആ കുത്തിയിരിക്കുന്ന ആളെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുമോ? കുത്താണെങ്കിൽ കുത്ത ഒരുമിച്ച് ഇവിടെ അവരെ ഓൺഫുട്ടാ. അവരെ ഓൺഫുട്ട് നിൽക്കുന്നവരെ എടുക്കടാ. ഇങ്ങോട്ട് വന്ന് പിറ്റ് ചെയ്ത് ഓൺഫുട്ട് നിൽക്കുന്നവരെ എടുക്ക്. ഇറങ്ങടാ. ബാക്കിൽ മൊത്തം വീഡിയോ ആണ്. വീഡിയോ കാര്യമില്ല, അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. അവര് വീഡിയോ പുറകില് ഓൺഫുട്ടാണ് ഈ സ്ഥലത്ത്. എടാ അവരെല്ലാരും താഴെ താഴെ ഒരുമിച്ച് കളിക്കേ. കിട്ടും. പുണ്ടച്ചോക്കളെ പണ്ട് കേറി അടിക്കടാ. ഈ പിഴച്ച വണ്ടി ഇതാവുന്നല്ലോ. കയറ ബാക്കിലുണ്ട്. ഗണ്ണുവോ എത്ര പേരായോ? വണ്ടി മാത്രമേ നമുക്ക് വേണ്ടുള്ളൂ. ബാക്കിയുള്ളമാരൊന്നും താളം എന്താ ഓടാൻ പറ്റില്ലടോ ബാബു. ടയർ പൊട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര ഷോ കേട്ടോ. വലിച്ചിട്ടോ ആൾക്കാരെ നോക്കണം. നല്ലൊരു ഫയറിംഗ് ടു TJ vehicles. TJs ഇവിടെ സൈഡിൽ നിന്നായാലും നല്ലൊരു ഫയറിംഗ്. നല്ല പിറ്റ് ചെയ്ത സ്ഥലമാണ്. TJ ഓപ്പൺ ഇറങ്ങി ഫയർ ചെയ്യുന്നത്. ഓക്കെ ഇവിടെ TJയുടെ നമ്മള് കുത്താന്ന് പറഞ്ഞ സമയത്ത് ആക്ച്വലി ഇവിടെയും പിന്നെ ഈ താഴെ ഇവിടെയും രണ്ട് സൈഡിൽ നിന്ന് വണ്ടികളുണ്ടായിരുന്നു. ഞാൻ ആ സമയത്താണ് അവിടെ കുത്താണ്ട്. കാരണം അവിടെ കുത്തി കഴിഞ്ഞാൽ അവിടെ സാൻഡ്വിച്ച് ആയ അവസ്ഥയാണുള്ളത്. ആ സമയത്ത് നോക്കിയിരുന്നു. പക്ഷെ ഇവിടെ നിന്നാണ് കുറെ എണ്ണന്മാര് ഇടിച്ചിടുന്നുണ്ട്. ലെഗസി ഡൗൺ ആയിട്ടുണ്ട്. അവിടെ കിടിലൊരു പിക്ക് TJയുടെ ഭാഗത്തുനിന്ന്. ലെഗസി അവിടെ ഡൗൺ ആയിരിക്കുന്നു. ലെഗസി അവിടെ ഡൗൺ ആയിട്ടുണ്ട്. ടീച്ചറുടെ ഭാഗത്തുനിന്ന് ഒരു കിടിലൻ TJ നല്ലൊരു അഗ്രസീവ്നെസ് ആണ് ടീച്ചറുടെ ഭാഗത്തുനിന്നാണ്. ഓ എനിക്കൊന്ന് ഫസ്റ്റ് ലെഗസി ഇവിടെ ഇതായപ്പോഴാണ് ഇതായോന്നല്ലേ ഇവിടെ ഒന്ന് കുത്താൻ പറയുന്നത്. ഓക്കെ KV ഇവിടെ കുത്തുമോ? KV ഇവിടെ കുത്തി അടിക്കുമോ? KV ഇവിടെ കുത്താൻ ചാൻസ് കാണുന്നുണ്ട്. ഓക്കെ KV ഇവിടെ കുത്തിയിട്ടുണ്ട്. പക്ഷെ TJയുടെ ഒരു വെഹിക്കിളിന് KV കുത്തിയതുപോലെ തന്നെ TJ ഇവിടെ കുത്തിയിട്ടുണ്ട്. ഓക്കെ ഫ്രെഡിനെ അടുത്ത് ഡൗൺ ആക്കിയിട്ടുണ്ട്. ഓക്കെ TJ ഇവിടെ നിന്ന് കയറുന്നുണ്ട്. KVക്ക് ഇതൊരു നല്ലൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. ഫുള്ളി ഓപ്പൺ KV ഈ സമയത്ത് ആക്ച്വലി
ഇവിടെയും ടീച്ചറുടെ ആൾക്കാർ, ഇവിടെയും ടീച്ചറുടെ ആൾക്കാർ. ലൈക്ക് നമ്മളെ ലിറ്ററലി രണ്ട് സൈഡിൽ നിന്ന് അടിക്കുന്നത്. സ്മോക്ക്ഡ് വാപ്സ് അവിടെ ഒരു പിക്ക് എടുത്തിരിക്കുന്നു. നല്ലൊരു ഡിസഡ്വാൻറ്റേജ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ജോസുട്ടി അവിടെ സുമതി അമ്മയെ ഡൗൺ ആക്കിയിരിക്കുന്നു. മൊട്ട ഡൗൺ ആവാൻ ചാൻസ് ഉണ്ട്. ബ്രസീലിയൻ പക്ക ഡൗൺ ആവാൻ ചാൻസ് ഉണ്ട്. ബ്രസീലിയൻ പക്ക അവിടെ മൊട്ടേനെ ഡൗൺ ആക്കിയിരിക്കുന്നു. വാസ്കോ അവിടെ ഒരു പിക്ക് എടുത്തു. കാപ്സറെ അവിടെ ഒരു പിക്ക് എടുത്തിട്ടുണ്ട്. എടുത്തിരിക്കുന്നു. പിന്നെ സുരേഷ് പാണ്ഡ്യൻ അവിടെ ഒരു പിക്ക് എടുത്തിട്ടുണ്ട്. സുരേഷ് പാണ്ഡ്യൻ ടിജി നിക്ക് അവിടെ ഒരു പിക്ക് എടുത്തു. ജോസുട്ടി അവിടെ സുമതി അമ്മയെ ഡൗൺ ആക്കിയിരിക്കുന്നു. മൊട്ട ഡൗൺ ആവാൻ ചാൻസ് ഉണ്ട്. ബ്രസീലിയൻ പക്ക അവിടെ മൊട്ടേനെ ഡൗൺ ആക്കിയിരിക്കുന്നു. വാസ്കോ അവിടെ ഒരു പിക്ക് എടുത്തു. ഓക്കെ ടി ജി കുത്തിയതുപോലെ തന്നെ ടി ജി ഇവിടെ കുത്തിയിട്ടുണ്ട്. ഓക്കെ കാണുന്നുണ്ട്. ഓക്കെ കെവിയുടെ കുത്തിയിട്ടുണ്ട്. ഇതിലെവിടെ വീഡിയോ ചോദിച്ചെനിക്കുള്ളതാണ് ഇപ്പൊ പറഞ്ഞത്. ചോദിച്ചത് ഇതിലെവിടെ വീഡിയോ ആ കാണുന്നത് മൊത്തം കുത്തി അടിക്കുമോ? കെവി ഇവിടെ കുത്താൻ ചാൻസ് കാണുന്നുണ്ട്. വീഡിയോ കുത്തിയിട്ടുണ്ട്. പക്ഷെ ടി ജിയുടെ ഒരു വെഹിക്കിളിന് ഇനി പോണ വണ്ടി ബാക്കിലോട്ട് പോകണുണ്ടോ? ഇവിടെ വണ്ടികൾ ഇതൊന്നും ഇല്ലാന്നറിയാം. ഈ വണ്ണൊക്കെ അടിച്ചിട്ടാണ് കെവി കുത്തിയതുപോലെ തന്നെ ടി ജി ഇവിടെ കുത്തിയിട്ടുണ്ട്. ഓക്കെ നോക്കണ്ട, അത് പ്രിയോറിൽ വീഡിയോ സീൻ ഇല്ലാന്നാണ്. അതുകൊണ്ട് പിന്നെ ഇവിടെ ഇവര് ഈ പ്ലേയേഴ്സ് എല്ലാവരും ഇവിടെ നിന്ന് ഇതായ സമയത്ത് ഇവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. രണ്ട് സൈഡിൽ നിന്ന് അടിച്ചു ഇവർക്കൊന്നും മര്യാദക്ക് അടിക്കാൻ പറ്റിയില്ല. ഇവർക്ക് ബാക്ക് നിന്ന് അടിയാണ്. ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. കുത്തിയ പൊസിഷനാണ് ഇത്. സുമതി അമ്മയെ ഡൗൺ ആക്കിയിരിക്കുന്നു. ഇവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. മൊട്ടേനെ ഡൗൺ ആക്കിയിരിക്കുന്നു. വാസ്കോ അവിടെ ഒരു പിക്ക് എടുത്തു. കാപ്സറെ അവിടെ ഒരു പിക്ക് എടുത്തിട്ടുണ്ട്. എടുത്തിരിക്കുന്നു. പിന്നെ വാസ്കോന്റെ രണ്ടാമത്തെ പിക്ക് സുരേഷ് പാണ്ഡ്യൻ അവിടെ ഒരു പിക്ക് എടുത്തിട്ടുണ്ട്. സുരേഷ് പാണ്ഡ്യൻ ടി ജി നിക്ക് അവിടെ ഒരു പിക്ക് എടുക്കുന്നു. ഡേവിഡ് സുള്ളു ഒരു പിക്ക്. ഡേവിഡ് സുള്ളു രണ്ട് പിക്ക്. ജോസുട്ടി ഒരു പിക്ക്. വാസ്കോന്റെ മൂന്നാമത്തെ പിക്ക്. ഹാർലി ലൂക്കാസ് ഒരു പിക്ക്. ഗണേഷ് കുമാർ ഒരു പിക്ക്. ഹോക്കി ഒരു പിക്ക്. കിൽബിൽ ഒരു പിക്ക് എടുത്തിട്ടുണ്ട്. ഓക്കെ സുരേഷ് പാണ്ഡ്യന്റെ അടുത്തൊരു പിക്ക്. നിക്കി ഒരു പിക്ക്. റാവ് ഒരു പിക്ക്. വാസ്കോന്റെ നാലാമത്തെ പിക്ക്. വാസ്കോ 4 പിക്ക്. കാപ്സ് അവിടെ ഒരു പിക്ക്. കിൽബിന്റെ രണ്ടാമത്തെ പിക്ക്. സുരേഷ് പാണ്ഡ്യന്റെ അടുത്തൊരു പിക്ക്. ഓക്കെ നിക്കി അടുത്തൊരു പിക്ക്. കാറിൽ ഒരു പിക്ക് എടുത്തിട്ടുണ്ട്. ഡൊമിനിക് അവിടെ ഒരു പിക്ക് എടുത്തിട്ടുണ്ട്. നിക്കിയുടെ അടുത്തൊരു പിക്ക്. നിക്കി 4 പിക്ക് എന്തോ ആയിട്ടുണ്ട്. കിൽബില്ലിന്റെ ലാസ്റ്റ് കിൽബില്ലിയുടെ മൂന്നാമത്തെ പിക്ക് എന്തോ ആണ്. ഓക്കെ ഇവിടെ ഹിറ്റ്മാൻ വീഡിയോ അത് നോക്കണ്ട. അത് പിന്നെ ഇറങ്ങാൻ നേരത്തെ വീഡിയോ ആണെന്ന് പറയാം. അതൊന്നും പിന്നെ നോക്കണ്ട. ഓക്കെ ക്യാപ്സ് അവിടെ തളപതിനെ ഓൺ ആക്കിയിട്ടുണ്ട്. ഐ തിങ്ക് ലാസ്റ്റ് മിനിറ്റ് കാർലോ സ്റ്റാൻഡിങ്. വീഡിയോ സീനില്ലടാ നമുക്ക് വാർന്നോക്കാം. ഞാൻ ജസ്റ്റ് എവിടെയാണ് മിസ്റ്റേക്ക് പറ്റിയില്ല, എവിടെയാണ് എന്താ പറ്റിയെന്നുള്ളത് നോക്കിയിട്ട് നോക്കിയതാണ്. എനിക്ക് തോന്നുന്നു അത് നമ്മൾ ഇറങ്ങിയ പൊസിഷൻ കുറച്ചൊന്ന് ബാഡായി പോയി തോന്നുന്നു. കാരണം നമ്മുടെ പ്ലേയേഴ്സിനാർക്കൊന്നും മര്യാദക്ക് ഇതാക്കാൻ പറ്റില്ല. നമ്മളെ രണ്ട് സൈഡിൽ നിന്ന് അടിച്ചതായി. കത്തിച്ചവര് ഇല്ല, അത് ദൈവമല്ലേ ഇതാക്കാം പറഞ്ഞോട്ടെ.